എക്സാമിനൊക്കെ ആയതുകൊണ്ട് കുറേ ദിവസമായിട്ടോ പഠിച്ചിട്ട്. അപ്പോൾ ഇന്ന് പഠിക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ ഈ ബുക്കൊക്കെ എടുത്ത് കുറച്ചൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. എക്സാമൊക്കെ വരാറായി നമ്മുടെ CSEBയുടെ. അപ്പോൾ ഒക്ടോബറിലൊക്കെ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒക്ടോബറിലൊക്കെ ഉണ്ടാവണം, നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണമല്ലോ. അപ്പോൾ അതേ പഠിക്കാമെന്ന് വിചാരിച്ച് പുറത്തൊക്കെ ഇറങ്ങിയിരിക്കുക കേട്ടോ. അങ്ങനെ ഇതേ കുറച്ച് നേരം പഠിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ കടല ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ ഇടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളപ്പമാണ് ഉണ്ടാക്കിയത്. വെള്ളപ്പൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കടല ഇപ്രാവശ്യം കുറച്ച് ചാറാക്കി തന്നെ എടുത്തു. എന്നും ചാറ് ഡ്രൈ ആയി പോവലായിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ചാറ് ഭയങ്കര ഇഷ്ടമാണ്. കടലേക്കാൾ കൂടുതൽ ചാറാണ് എല്ലാവർക്കും ഇഷ്ടം. പിന്നെ വെള്ളപ്പം ആ ചാറിൽ കിടന്ന് കുതിർന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അതെൻ്റെ നല്ല ഗ്രേവി തന്നെ അങ്ങോട്ട് എടുത്തു കേട്ടോ. കുറച്ച് കടലൊക്കെ ഒന്ന് അരച്ചൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. കുറച്ച് നേരം കൂടെ ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഉച്ചവരെ കുറച്ച് നേരം ഒന്ന് പഠിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കോപ്പറേഷനാട്ടോ ഞാൻ പഠിക്കുന്നത്. വർക്കിംഗ് ഓഫ് കോപ്പറേഷനും അതുപോലെ തന്നെ കോപ്പറേഷനും പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് രണ്ടും ഏകദേശം കുറച്ചൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റിൽ എക്സാം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതങ്ങനെ കുറച്ച് ഓർമ്മയ്ക്ക് ഉണ്ട്. അപ്പോൾ ബാക്കിയും കൂടെ ഒക്കെ ഒന്ന് പഠിച്ച് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ അത് തന്നെ ഒന്ന് പഠിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ലോയൊക്കെയാണ് കുറച്ച് ടഫ്. അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ പഠിക്കണം. 80 മുകളിലാണ് ഇപ്രാവശ്യം കട്ട് ഓഫൊക്കെ വരിക. അപ്പോൾ നല്ല പോലെ പഠിക്കണം. അതിപ്പോൾ 100 മാർക്ക് ചേഞ്ച് ആക്കിയത് കാരണം നമുക്ക് ഇഷ്ടം പോലെ, മറ്റേത് 60ഒക്കെയാണ് കട്ട് ഓഫ് എന്ന് വെച്ചാൽ ഇപ്രാവശ്യം കുറച്ചുകൊണ്ട് കൂടും. അപ്പോൾ അത് തന്നെ അതൊന്ന് നോക്കി പഠിക്കണം. പിന്നെ 2 എക്സാമിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലർക്കിൻ്റെ തന്നെ 3 എക്സാം ഉണ്ട്. പിന്നെ 2 ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അല്ല 2 എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓരോ എക്സാമിന് നമ്മൾ 3-5 ബാങ്കിലേക്കാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കണം. എല്ലാതും 2 എക്സാം ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കണം എന്നൊക്കെ വിചാരിക്കേണ്ടത്. തൃശ്ശൂർ തന്നെ ആയിരിക്കുള്ള സെൻറ്റർ. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ച് വയ്ക്കാനൊക്കെ വിചാരിച്ചത്. അതൊക്കെ ഒന്ന് പഠിക്കുകയായിരുന്നു. അങ്ങനെ ഉച്ചക്കേൽക്ക് ഇനി എന്ത് കറി ഉണ്ടാക്കും എന്നൊക്കെ ചോദിച്ചാൽ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ പരിപ്പ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പും കുത്തിക്കാച്ച പിന്നെ വേറെ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചത് വേണ്ട, വേറെ എന്തെങ്കിലും പയറെങ്ങാനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഒന്നിരുന്ന് പഠിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കും. പിന്നെ കുറേ നേരം പഠിക്കും. ഒരു ഇരുന്നിരിപ്പിന് പഠിക്കുമ്പോൾ നമുക്കൊരു ബോറടിയൊക്കെ ഫീൽ ചെയ്യും. പിന്നെ ഒരു സബ്ജക്റ്റ് തന്നെ പഠിച്ചോണം പഠിക്കുമ്പോഴും നമുക്ക് അങ്ങനത്തെ ഒരു ബോറടി ഉണ്ടാവും. അപ്പോൾ ഞാൻ അതാണ് 2 സബ്ജക്റ്റ് മാറി മാറി എടുത്താട്ടോ പഠിക്കുന്നത്. അങ്ങനെ ഉച്ചക്കേൽക്ക് അമ്മ ഉണക്കമീൻ വറുത്തിട്ടുണ്ടായിരുന്നു, അയല ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ആവോലിയുടെ കറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പയറുപ്പേരി, തലക്കഷ്ണം കേട്ടോ. അത് തലക്കഷ്ണം ഞാൻ പൊതുവേ എല്ലാ മീൻ്റെയും കഴിക്കില്ല. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല മാംസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം. കുടപ്പുളിയൊക്കെ ഇട്ട് വെച്ച കാരണം പുളി പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചും കൂടെ നേരം പഠിക്കാമെന്ന് വിചാരിച്ചു. ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പഠിക്കാനൊക്കെ ഇരുന്നു. അങ്ങനെ ഞാൻ ഇറയെ തന്നെയായിട്ട് ഇരിക്കുന്നത്. എനിക്ക് ഈ വീടിൻ്റെ അകത്തിരുന്ന് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് പഠിക്കുന്നത്. അങ്ങനെ ഉച്ചയൊക്കെ ആകുമ്പോൾ കുറച്ച് നേരം വെയിലൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ പുറത്ത് ഷീറ്റൊക്കെ കിട്ടിയിട്ടുള്ള കാരണം കുറച്ച് വെയിൽ കുറവാണ്. പിന്നെ ചവിട്ടിൻ്റെ ഇടയ്ക്ക് അത്ര വെയിലില്ല. മറ്റേ സൈഡിലേക്കാണ് കുറച്ചും കൂടെ നല്ല വെയിലുണ്ടാവുന്നത്. ഫ്രണ്ടിലെ മരമൊക്കെ മുറിച്ച് കാരണം ഇപ്പോൾ നല്ല വെയിലാണ്. അതാണ് ചെടികളൊക്കെ നന്നാവുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഈ ഭാഗം ഒരു തണലേരിയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, കിഴക്കേപ്പുറമാണ് അത്യാവശ്യം തണലേരിയ. ഈ ഭാഗം അത്യാവശ്യം നല്ല വെയിലും. അതാണ് ഞങ്ങൾ ചെടികളും അതുപോലെ തന്നെ പ്ലാന്റൊക്കെ നമ്മൾ ഇവിടെ തന്നെയാട്ടോ വയ്ക്കുന്നത് മിക്കതും. കാരണം അത്യാവശ്യം നല്ലതിന് പോരുന്നുണ്ട്, വലുതായി പോകുന്നുണ്ട്. ഇപ്പോൾ സീതപ്പഴമൊക്കെ ഞങ്ങൾ നാളെ വെച്ച് 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും അതും ഉണ്ടായി തുടങ്ങി സീതപ്പഴം. പിന്നെ ഓണായതുകൊണ്ട് വീട്ടിൽ കുറച്ച് ദിവസം ഇല്ലാത്ത കാരണം ഒന്നും നോക്കാൻ പറ്റില്ല. ഒക്കെ അതേ വരണ്ട് കിടക്കുകയാണ് കേട്ടോ. ഇനി വെള്ളമൊക്കെ അടിച്ചിട്ട് വേണം. അങ്ങനത്തെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചായയൊക്കെ തിളപ്പിക്കാമെന്ന് വെച്ചിട്ട് പോയതാണ്. അപ്പം അമ്മ കട്ടൻ കുടിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പാൽ ചായ വെച്ചിട്ടുണ്ട് അപ്പുറത്ത്. അപ്പോൾ 2 ചായയും 2 സ്റ്റൗമാക്കി വെച്ചാൽ വേഗം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ പാൽ ചായ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റസ്ക് ഒരു പീസും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ മിക്സർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൂട്ടി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. റസ്ക് എനിക്ക് പാലിൻ്റെ കൂടി കേട്ടോ കൂടുതൽ ഇഷ്ടം. പിന്നെ ചായയുടെ കൂടെ വെറുതെ ഒന്ന് കഴിച്ച് നോക്കിയതാണ്. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മിക്സർ നമ്മളിവിടെ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ, അപ്പുറത്തെ കടയിൽ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഒരു കൊള്ളിയൊക്കെ പറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. നല്ല നീട്ടത്തിലുള്ള കൊള്ളിയായിരുന്നു കേട്ടോ, നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ്. ഇപ്രാവശ്യം ഉണ്ടായതാണ്. അത്യാവശ്യം നല്ല പോലെ മൂത്തിട്ടുണ്ട്. ഇനി നിൽക്കായിരുന്നു കുറച്ചും കൂടെ മൂപ്പ് കൂടിപ്പോയനായിരുന്നു. അപ്പോൾ അത്യാവശ്യം മൂത്താൻ അമ്മ വെട്ടിക്കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ ഒരു ചെറുതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം വെറുതെ കഴിക്കാൻ. ഞാനും അമ്മയും കൂടെ അവിടെ ഇറയത്തിരുന്ന് അതൊക്കെ കഴിച്ചു കേട്ടോ. ചള്ളിങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്.
നമുക്ക് തൊലിയൊക്കെ ശരിക്കും കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കളയാം, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള തൊലിയായിരിക്കും ഇതിൻ്റെ. അങ്ങനെ വൈകുന്നേരം കൊള്ളി പുഴുങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാട്ടോ നമ്മുടെ കുളക്കോഴി, നമ്മൾ ഇറയത്തിരുന്ന് കഴിക്കുന്ന കാരണം കുളക്കോഴിയൊക്കെ നമ്മളിവിടെ ഒന്നും ഇല്ലയെന്ന് അറിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് കുഞ്ഞാട്ടോ, അത് വേഗം വലുതാവും അവർ. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നത് ഞങ്ങളവിടെ പാത്രത്തിൽ ഇട്ട് കൊടുക്കും ചോറൊക്കെ. അപ്പോൾ ആളുകളുള്ള സമയത്ത് അവരങ്ങനെ പുറത്തിറങ്ങില്ല. അപ്പോൾ ആരില്ല നോക്കിയിട്ട് പുറത്തിറങ്ങുന്നതാണ്. ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ, ആ സൈഡിൽ നിൽക്കാൻ തോന്നുന്നുണ്ട്, കാണാനില്ല. 4 പേരും കൂടെ ഒരുമിച്ചാണ് വന്നത്. പിന്നെ കുറച്ച് സൂം ചെയ്ത് നോക്കിയപ്പോഴാട്ടോ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് ആൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.